വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശക്കും വെള്ളപ്പത്തിനും ഒക്കെ ഉണ്ടാക്കാവുന്ന വെറൈറ്റിയായ രണ്ടുവിധം ചട്നിയുമായാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കുറഞ്ഞ സാധനങ്ങളെ ഇതിനാവശ്യമായിട്ടുള്ളൂ. 1 കപ്പ് തേങ്ങ ചിരവിയത്, 1/4 കപ്പ് പൊട്ടുകടല, 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്, 1/4 കപ്പ് മല്ലിയില. സത്യം പറഞ്ഞാൽ ഈ ചട്നി എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഇക്കയാണ്. ഇക്കയുടെ റൂംമേറ്റായിട്ട് ഒരു തമിഴ്നാട് സ്വദേശി ഉണ്ടായിരുന്നു സൗദിയിൽ. അദ്ദേഹം ഇടയ്ക്കൊക്കെ ഈ ചട്നി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇക്കതിൻ്റെ റെസിപ്പി ചോദിച്ചറിഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മസ്റ്റായിട്ട് വേണ്ടത് മല്ലിച്ചപ്പ്, അതായത് മല്ലിയിലാണ്. അത് ഇതുപോലൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണോട് കൂടി ഇതിലിറക്കി വെക്കണം. വേര് മാത്രം മൂടാനുള്ള വെള്ളം മതി, അധികം ഒന്നും വേണ്ട. ഇനി ഇതിന് മുകളിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുകയും വേണം. എന്നത് നല്ല ഫ്രഷായിട്ട് തന്നെ കുറച്ച് ദിവസം നിൽക്കും. ഫ്രിഡ്ജിൽ വെച്ചത് എന്തായാലും വാടിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അത്രയും മതി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം അധികം പാടില്ല. ഒരു ടേബിൾ സ്പൂൺ വെള്ളം അത്ര ഒഴിച്ചാൽ മതി. ഇത്ര തിക്കായിട്ട് തന്നെ നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കടുകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് വറുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി അടുത്ത ചട്നി ഉണ്ടാക്കാനായി ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കട്ട് ചെയ്ത സവാളയും മുളക് പൊടിയും ഉപ്പും കൂടി വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. സവാള നന്നായിട്ട് വാടി വരണം എന്നൊന്നുമില്ല. മുളക് പൊടിക്ക് ഒരു വറവിൻ്റെ മണം വരണം, അത്രേ ഉള്ളൂ. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, ഇതുപോലെ തന്നെയാണ് വേണ്ടതും. അപ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി കടുകും കറിവേപ്പിലയൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുത്തതാണല്ലോ. അപ്പോൾ നമ്മുടെ 2 വിധത്തിലുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും